ചരിത്രത്തിൽ സംസ്കാരത്തിൽ എങ്ങനെയാണ് ഈ കടുവ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ട് പോയിന്റിലാണ്. ഒന്ന് അതിൻ്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു എവല്യൂഷൻ എങ്ങനെയാണെന്നാണ്. നമുക്കറിയാം, ഒരു നമ്മളെക്കാളും പഴക്കമുള്ള ഒരു ജീവിയാണ് കടുവ. ഏതാണ്ട് 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് കടുവയുടെ എവല്യൂഷൻ എന്ന് പറയപ്പെടുന്നത്. നമ്മൾ വന്നിട്ട് 2-3 ദശലക്ഷം വർഷങ്ങളെ ആയിട്ടുള്ളൂ. പാന്തേര ആ ഒരു വലിയ പരിണാമം തുടങ്ങുന്നത് അപ്പോഴാണ്. അതായത് ഡൈനോസറുകൾക്കൊക്കെ ശേഷം ഒരു 15 ദശലക്ഷം ഡൈനോസറുകൾ അപ്രത്യക്ഷമാവുന്ന 65,000 വർഷത്തിന് ശേഷം വന്നതാണ് കടുവകൾ നമ്മുടെ ഒരു പാരമ്പര്യം. നമുക്ക് അതിന് ആ സ്കെയിലൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു മനുഷ്യൻ വന്നിട്ട് 3 ദശലക്ഷം വർഷമേ ആയിട്ടുള്ളൂ. അത്രയും നീണ്ട കാലത്തെ ജൈവികമായ പരിണാമത്തിലൂടെ കടന്നു വന്ന ഒരു ജീവി. അതിൽ ആദ്യത്തെ പന്തേറ എന്ന് അലർച്ച എന്ന് പറയപ്പെടുന്നത് ഈ റോറിങ് സൗണ്ട് ഉള്ളതാണ്. ഈ നമ്മൾ ഇന്ന് പറയുന്ന പാന്തേര ഫാമിലിയിലേക്ക് വരുന്ന കടുവ, പുലി, അല്ലെങ്കിൽ നമ്മുടെ സിംഹം, ജാഗ്വാർ ഒക്കെ വരുന്നത് അലർച്ചയാണ്. മാർജാര വർഗത്തിലാണ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒ.വി. വിജയൻ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഈ ഓന്തുകൾക്കും ഡൈനോസോറുകൾക്കും മുമ്പ് നടക്കുന്ന ഒരു കഥയെക്കുറിച്ച് അതിൽ പറയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത്രയും നീണ്ട പരിണാമ ചരിത്രമുള്ളൊരു ജീവിയാണ്. ഇതിൻ്റെ ഈ ടൈഗ്രിസ് എന്നുള്ള വാക്കിൻ്റെ തന്നെ ഒറിജിൻ ഒരു അസ്ത്രം, ഷാർപ്പ് എന്ന് വിളിക്കുന്ന കൂർത്ത, മിക്കവാറും അതിൻ്റെ ആ ഒരു കുതിപ്പായിരിക്കാം പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒറ്റ കുതിപ്പിൽ തന്നെ ഏതാണ്ട് 10 മീറ്ററിലധികം ചാടാനായിട്ട് കഴിയുന്നതാണ്. 10 മീറ്റർ എന്ന് വിളിക്കുന്ന അത്ര നിസ്സാരമൊന്നുമല്ല. നമ്മൾ ഒളിമ്പിക്സിലെ ലോങ് ജമ്പിൻ്റെ റെക്കോർഡ് 1991 മൈക്ക് പവൽ ചെയ്തിരിക്കുന്നത് 8.95 മീറ്ററാണ്. അത്രയും മികച്ച നോക്കൂ. ഞാനിത് പറയുന്നത് നമ്മളുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുന്നതാണ്. ആന, വനംവകുപ്പ് പലപ്പോഴും ആനകളെ തടയാനായിട്ട് മതിൽ കെട്ടാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് മതിൽ കെട്ടുന്നത് ആറളത്താണ്. അപ്പം അന്ന് മതിൽ കെട്ടിയ മതിലിൻ്റെ പൊക്കം 1.8 മീറ്ററാണ്. അപ്പം അന്ന് വിചാരിച്ചു അത് മതിയാവും, ആന 1.8 മീറ്റർ ഒന്നും ചാടില്ലെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ പതിയെ ആന ക്രോസ് ചെയ്ത് ഇപ്പം ഇന്ന് വന്ന് ഒരു ഫുട്ബോൾ പോസ്റ്റിൻ്റെ പൊക്കം എത്തിയിട്ടുണ്ട്. മറ്റേ എറിക് സോട്ടോമെയർ ക്യൂബൻ ജമ്പർ ചാടിയ ഹൈറ്റാണ്. 2.4 മീറ്ററാണ് ആറളത്തെ ആന ചാടിക്കിടക്കുന്ന ഉയരം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെയുമായിട്ടുള്ള ഒരു ചില ബന്ധങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്തതാണ്. ഈ കടുവകളുടെ ഈ പരിണാമത്തെക്കുറിച്ച് 2 ഹൈപ്പോത്തസിസുകളാണ്, തിയറി എന്നൊക്കെ പറയാം. 2 പരികല്പനകളാണ് നിലനിൽക്കുന്നത്. ഒന്ന് ഏഷ്യയിൽ നിന്നുണ്ടായി എന്ന് പറയപ്പെടുന്നൊരു തിയറി ഉണ്ട്. ഏഷ്യയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഒന്ന് തണുത്ത പ്രദേശങ്ങളിലേക്ക് സഞ്ചരിച്ചു. വേറൊന്ന് നമ്മുടെ കിഴക്കൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഭാഗത്തേക്ക് സഞ്ചരിച്ച ഒരു പരിണാമത്തിൻ്റെ കഥയുണ്ട്. അതല്ല, വേറൊരു തിയറി പറയുന്നത് ചൈനയിൽ നിന്ന് ആരംഭിച്ച ഒരു പരിണാമം, കടുവയുടെ ഒരു പരിണാമം പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് പോവുകയും ഏതായാലും ഇന്ന് അത്യന്തം ഹിമാവൃതമായിട്ടുള്ള സൈബീരിയയുടെ പ്രദേശങ്ങൾ മുതൽ ഏതാണ്ട് 50 ഡിഗ്രി സെൽഷ്യസ് വരുന്ന പ്രദേശങ്ങളിൽ വരെ ഉഷ്ണമേഖല വിവിധങ്ങളായിട്ടുള്ള ആവാസ വ്യവസ്ഥകളിലേക്ക് കടുവ എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വളരെ രസകരം എന്ന് പറയട്ടെ, ഇന്ന് ലോകത്തെ കടുവ പോപ്പുലേഷൻ്റെ 75% ഉണ്ടെന്ന് പറയപ്പെടുന്നത് ഇന്ത്യയിൽ. കടുവ എന്നെത്തിപ്പെട്ടു എന്നുള്ളൊരു ചോദ്യത്തിന് പല നിഗമനങ്ങളുണ്ടെങ്കിലും ഫോസിൽ കിട്ടിയിരിക്കുന്നത് 12,000 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൂ. അതും ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ നിന്നാണ് ഈ ഫോസിൽ കിട്ടിയിരിക്കുന്നത്. അതിന് മുമ്പൊക്കെ വന്നിട്ടുണ്ടാവാം. നമുക്ക് ലഭ്യമായ തെളിവുകളെന്നേ ഇതിന് അർത്ഥമുള്ളൂ. ഇതിൻ്റെ ഈ പരിണാമത്തിൻ്റെ ഈ പ്രക്രിയയിൽ, പരിണാമം എന്ന് വിളിക്കുന്നത് ഒരു ജീവി പല പ്രദേശങ്ങളിലേക്ക് സഞ്ചരിച്ച് അഡാപ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന രൂപ ജനിതക വ്യതിയാനങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ട് 8 തരത്തിൽ ഇത് മാറിപ്പോയിട്ടുണ്ട്. അതിൽ 3 സബ്സ്പീഷീസുകൾ ഇന്ന് ലോകത്ത് നിന്ന് വംശനാശം വന്നു പോയിരിക്കുന്നു. നമ്മൾ കാണുന്നത് റോയൽ ബംഗാൾ എന്ന് വിളിക്കുന്ന ഒരു ജീവിയാണ്. ഇതിൻ്റെ പിന്നീട് നമ്മൾ നോക്കും, നമ്മുടെ പതുക്കെ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 5 ഘട്ടങ്ങളായിട്ട് നമുക്കിതിനെ തിരിക്കാൻ പറ്റും. ഒന്ന് ഒരു ആദിമഘട്ടം എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അതിൽ സാബർ ടൂത്ത് ടൈഗർ എന്നൊക്കെ വിളിക്കുന്ന മറ്റ് വലിയ വാളുപോലുള്ള വലിയ ദന്തങ്ങളുള്ള ടൈഗറിൻ്റെ ഒരു കാലം കാണാൻ പറ്റും. ഇത് എക്സ്റ്റിങ്ക്റ്റായി എന്ന് പറയപ്പെടുന്ന പ്രദേശം വളരെ രസമാണ്. അത് നോർത്ത് അമേരിക്കയിലാണ്. അതായത് ബെറിങ് സ്ട്രെയിറ്റ് വഴി ഒരു കാലത്ത്
ഇത് അമേരിക്കയിലേക്ക് കടക്കാനായിട്ടൊരു ശ്രമം നടന്നിരുന്നു എന്നൊക്കെയാണ് അത് കാണിക്കപ്പെടുന്നത്, പറയുന്നുണ്ട്. ഇന്ത്യയിൽ ഫോസിൽ റെക്കോർഡ് ഞാൻ പറഞ്ഞ ഒരു 12,000 വർഷങ്ങളേ ഉള്ളൂ. ആദ്യത്തെ ഗുഹാചിത്രങ്ങൾ ഇത് ഒരുപക്ഷെ ചരിത്രകാരന്മാർ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ബിംബേത്ക, നമ്മുടെ എടയ്ക്കൽ ഗുഹയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ആദ്യത്തെ അടരുകൾ വരച്ചിരിക്കുക മനുഷ്യരൊന്നുമല്ല, ഹോമോസാപ്പിയൻസ് അല്ല, അതിലൊക്കെ മുമ്പ് ജീവിച്ചിരുന്ന നിയാണ്ടർതാലുകൾ വരച്ച അടരുകളുടെ മുകളിലാണ് പിന്നീട് നമ്മുടെ പൂർവികർ ചിത്രങ്ങൾ കോറിയിടുന്നത്. അപ്പോൾ അവർ വരച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ വേട്ടയുടെയൊക്കെ വളരെ ബൃഹത്തും സമഗ്രവും സൂക്ഷ്മവുമായിട്ടുള്ള ശിലാലിഖിതങ്ങൾ കാണാൻ കഴിയും, ചിത്രങ്ങൾ. ആ ചിത്രങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മളിപ്പോൾ ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്ട് 5000 വർഷം വരെയാണ് കടുവ. ഇൻഡസ് വാലി സിവിലൈസേഷൻ എത്തുമ്പോഴാണ് കടുവ ഒരു വലിയ രീതിയിൽ ഒരു മേജർ ഡെപ്പിക്ഷനായിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ വരുന്നുണ്ട്. റോമ സാമ്രാജ്യത്തിൽ ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പ്, പ്രത്യേകിച്ച് അവരുടെ മല്ലയുദ്ധങ്ങളിലൊക്കെ പ്രഭുത്വം, അവരുടെ വീരം തെളിയിക്കുന്ന അത്ര മല്ലയുദ്ധങ്ങളിലൊക്കെ കടുവയെ സിംഹത്തോടൊപ്പം തന്നെ പ്രത്യക്ഷപ്പെടുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് കഴിയും. പതിയെ ഈ കടുവ ഈ ആദിമ യുഗത്തിൽ നമ്മുടെയൊക്കെ ചരിത്രത്തിലേക്കും നമ്മുടെയൊക്കെ പഴഞ്ചൊല്ലുകളിലേക്കും പുരാവൃത്തങ്ങളിലേക്കൊക്കെ കടുവ പതുക്കെ കയറുന്നത് ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയും. ദൈവസങ്കല്പമായിട്ട് പതിയെ വരാൻ തുടങ്ങുന്നു. പഴഞ്ചൊല്ലുകൾ, ഇപ്പോൾ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. വയറ്റിലെ പാരസിറ്റിക് ലോഡ് കളയാനായിട്ട് കടുവ എന്ത് ചെയ്യാറുണ്ട്? പുല്ല് തിന്നാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ കൂടിയാണ് കടുവയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, മനുഷ്യൻ്റെ സംസ്കാരത്തിലേക്ക് വരുന്നുണ്ട്. ദൈവസങ്കല്പം ആർജിക്കുമ്പോഴാണ് ആദ്യം ഇപ്പോൾ ഉത്തരേന്ത്യയിലെ ദുർഗ എന്ന് വിളിക്കുന്ന സങ്കല്പം. ദൈവത്തിൻ്റെ ഒരു വാഹനമാണ്, ദുർഗാദേവിയുടെ വാഹനമായിട്ട് കടുവ വരികയാണ്. ഒരു ദൈവത്തിൻ്റെ വാഹനം എന്ന് വിളിക്കുന്ന അത്ര നിസ്സാരപ്പെട്ട സംഭവമൊന്നുമല്ല. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഡ്രൈവർ എന്ന് വിളിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പദവി എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അയ്യപ്പൻ്റെ വാഹനമായിട്ട് കടുവ കയറി വരുന്ന പാരമ്പര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. ബുദ്ധ കഥകളിൽ കാലം നമുക്ക് നിശ്ചയിക്കാം. ബുദ്ധ കഥകളിലെല്ലാം തന്നെ കടുവ പതിയെ പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ പറ്റും. BC തുടക്കത്തിലൊക്കെ തന്നെ. അതായത് ഒരു രാജകുമാരൻ വിശന്നു വലഞ്ഞൊരു കടുവയ്ക്ക് സ്വയം ഭക്ഷണമായി കൊടുക്കുന്ന ഒരു കഥ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധ പുരാണങ്ങളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് കാണാം. ചൈനീസ് പുരാണങ്ങളിൽ പറയുന്നത് കടുവയുടെ ശ്വാസമാണ് വായുവായിട്ട് മാറിയെന്നാണ്. അത്തരത്തിലുള്ള ഫോക്ലോറുകൾ കാണാൻ കഴിയും. അവിടെ കടുവ എന്ന് വിളിക്കുന്നത് സംരക്ഷകനാണ്. കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കടുവയുടെ സ്ട്രൈപ്സ് ഉള്ള തലയണ ഉറകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത്രയധികം സംരക്ഷണം കടുവ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. കൊറിയൻ പുരാണങ്ങളിൽ വരെ ഈ പറയുന്ന കടുവ എത്തിയിട്ടുള്ള കാലം നമുക്ക് അത്തരം പുരാണങ്ങളിൽ വലിയ രീതിയിൽ ദൈവിക ഒരേ സമയം ഭീതിയും ഒരു ഇൻസ്പയറിങ്ങും നമുക്ക് സന്തോഷവും തരുന്ന ഒന്നായിട്ട് കടുവ ഈ ഒന്നാം ഘട്ടത്തിൽ ഈ നമ്മുടെ ആദിമ ഗോത്ര സ്മൃതികളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നീട് നമ്മൾ രണ്ടാം ഘട്ടം എന്ന് വിളിക്കാവുന്ന ഒരു മുഗൾ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വളരെ രസകരമാണ്. നമ്മുടെ മുഗൾ കാലഘട്ടം തുടങ്ങുന്നത് ബാബറാണ്. ബാബറിൻ്റെ ബയോഗ്രഫിയാണ്. ആ ബയോഗ്രഫിയിൽ കടുവ വേട്ടയെക്കുറിച്ച് പറയുന്നത് ബാബർ ഹിംസെൽഫ് ഷോട്ട് എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, ഒരു കടുവയെ കൊല്ലുന്നതാണ്. അതിനുശേഷം വരുന്ന അക്ബർ നാമയിൽ വളരെ 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 സമഗ്രവും വളരെ ബൃഹത്തായിട്ടുമുള്ള ധാരാളം വിവരണങ്ങളുണ്ട്. കടുവയെ വേട്ടയാടുന്ന രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം ഇന്നത്തെ രീതി തന്നെയാണ്. ഒന്നാമത്തെ രീതി കൂട് വെച്ച് പിടിക്കലാണ്. ഇന്നത്തെ പോലെ തന്നെ ഇരുമ്പിൻ്റെ കൂട് വെച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു ആടിനെ വയ്ക്കും. പക്ഷെ ആടിനെ തിന്നാൻ പാടില്ല. അതിലൊരു അധാർമികത കണ്ടത് കൊണ്ട് ആടിനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഈ കടുവ കയറി കഴിയുമ്പോൾ വാതിലടയുന്നു. അങ്ങനെ പിടിക്കുന്ന രീതിയുണ്ട്. പിന്നീട് അമ്പുകളെ ഇത് പിടിച്ചുന്ന രീതി ഉണ്ടായിരുന്നു. മൂന്നാമത് വലിയ പശ, പുൽമേടുകളിൽ ഒരു ലൈവ് ബെയ്റ്റ് വെച്ച് വലിയ ഒട്ടിപ്പിടിക്കുന്ന പശ പുല്ലിൽ തളിച്ച് കടുവയ്ക്ക് നടക്കാനാവാതെ ഒട്ടിപ്പിടിപ്പിക്കുന്ന വിദ്യ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം തന്നെ ഈ അക്ബറിന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ അക്ബർ അതുകൊണ്ട് പറഞ്ഞിരുന്നത് ആനപ്പുറത്ത് കയറി മാത്രമേ ഇതിനെ കൊല്ലാവൂ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അക്ബർ തുടങ്ങുന്നുണ്ട്. നോക്കൂ എങ്ങനെയാണ് ഒരു വ്യക്തിയെ ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ തുടക്കം കാണാൻ പറ്റും. ഇത്തരം വേട്ടയ്ക്ക് പോയതിന് ശേഷം അക്ബറിനെ വിശേഷിപ്പിക്കുന്നത് ഒരു സിംഹത്തെ അരിയാൻ കഴിവുള്ള ഒരു വില്ലനാണ്, അല്ല ഒരു മഹാനായ മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ലെന്നാണ്. ഒരുതരം ഒരു ഭ്രമാത്മകമായ ഒരു കൽപ്പന
നമുക്ക് രൂപപ്പെടുത്തി വരുന്നത് കാണാൻ കഴിയും. ഷാജഹാൻ്റെ വേട്ടകളെ കുറിച്ച് പറയുന്നത് എരുമപ്പുറത്ത് കയറിയിട്ടാണ്. അദ്ദേഹത്തിന് എരുമയും പോത്തുമായിരുന്നു വലുത്. ഒരിക്കൽ അദ്ദേഹം ആനകളുമായിട്ട് കടുവ വേട്ടയ്ക്ക് പോകുന്ന സമയത്ത് ഈ ആനയെ കടുവ ആക്രമിക്കുന്നത് കൊണ്ട് അദ്ദേഹം പിന്നീടുള്ള എല്ലാ ഇത്തരം എക്സ്പെഡീഷൻസിലെല്ലാം തന്നെ ഈ ആനയ്ക്ക് നെറ്റിപ്പട്ടം നിർബന്ധമാക്കി. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ആനപ്പട്ടം എന്നുള്ളൊരു സങ്കല്പം തന്നെ ഉത്ഭവിച്ചത് എങ്ങനെയാണെന്നുള്ളതിൻ്റെയൊക്കെ ചില സൂചനകളൊക്കെ നമുക്ക് കൃത്യം കാണാൻ കഴിയും. മൂന്നാം ഘട്ടം എത്തുമ്പോൾ നമ്മളൊരു ബ്രിട്ടീഷ് കാലഘട്ടത്തിലേക്കൊക്കെ നമ്മൾ എത്തുന്നുണ്ട്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് നമ്മൾ അതിസങ്കീർണവും അതിവിശാലവുമായിട്ടുള്ള വേട്ടക്കഥകൾ നമുക്ക് കാണാനുള്ള കഴിയുന്നത്. അത് സമൃദ്ധമായിട്ടുള്ള എഴുത്താണ്. നാച്ചുറൽ ഹിസ്റ്ററി എന്ന് വിളിക്കുന്ന ഒരു ചരിത്രശാസ്ത്ര ശാഖയുടെ പാരമ്യത്തിൽ ഇന്ത്യയിലെ ഈ പറയുന്ന പ്രകൃതിയുമായി ബന്ധപ്പെട്ട എഴുത്തുകൾ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്നത് സുന്ദർബൻസാണ്. കൽക്കട്ടയിലെ നമ്മുടെ കണ്ടൽ കാടുകളിലെ കടുവയും മനുഷ്യനുമുള്ള അതിസങ്കീർണമായ ഒരു ജീവിത രീതികൾ ധാരാളം കാണാൻ പറ്റും. അത് വളരെ രസകരമായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. കടുവ വളരെ വളരെ വളരെയധികം സംഘടിതമായ രീതിയിൽ വന്ന വേട്ട സംഘത്തേക്ക് ഓടിക്കുന്ന സമയത്തും നിസാരമായിട്ടുള്ള ചില രീതിയിലൂടെ കടുവ പേടിച്ചോടിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ഒരു ബ്രിട്ടീഷ് യുവതി ചെറുപ്പക്കാരി ഫ്രോക്കൊക്കെ ഇട്ട് അവർ പോകുന്ന സമയത്ത് ഒരു കടുവ വന്ന് ആക്രമിക്കുന്ന സമയത്ത് അവരതിന് വിരട്ടി ഓടിക്കുന്നത് കൊട നിവർത്തിയാണ്. കൊട ഇങ്ങനെ അടക്കിയും തുടക്കം കടുവ പേടിച്ചോടുന്ന കഥകൾ വളരെ രസകരമായിട്ട് അന്ന് എഴുതപ്പെടുന്നുണ്ട്. ഒരിക്കൽ ഒരു ബോട്ടിൽ സഞ്ചരിക്കുന്ന ഒരു ബ്രിട്ടീഷുകാരനെ കടുവ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് 2 പേരാണ്. ഒരാൾ ബോട്ട് മറിച്ചിട്ടു, ഒരാൾ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ തിന്നാണെന്ന് വിചാരിച്ചത്. പക്ഷേ അയാളൊരു സ്യൂട്ടിങ്ങിൻ്റെ റബ്ബറിൻ്റെ ഒരു ഗൗൺ ഇട്ടത് കൊണ്ട് കടുവയ്ക്ക് പിടുത്തം കിട്ടുന്നില്ല. അതുകൊണ്ട് അയാൾ ഉപേക്ഷിച്ച് പോവുകയാണ്. പിന്നീട് അവർ പറഞ്ഞത് ചത്തുകൊണ്ടിരുന്ന അയാളെ കടുവ രക്ഷിച്ചു എന്നായിരുന്നു. പക്ഷേ കഥ പുറത്ത് വന്നപ്പോൾ കഥകളായിട്ട് വെളിയിൽ വന്നത്. അങ്ങനെ പതിയെ ഇത് വരുന്നു. പിന്നീട് നമുക്ക് പല സാഹിത്യങ്ങളിലും കാണാൻ പറ്റും. ഇപ്പോൾ ലൈഫ് ഓഫ് പൈയിൽ നമ്മൾ കാണുന്ന കടുവകളുണ്ട്. അതുപോലെ തന്നെ ഡേവിഡ് ദാവിദാറുടെ ഹൗസ് ഓഫ് ബ്ലൂ മാംഗോസ് എന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു നോവലാണ്. ആ നോവലിലെ അവസാനത്തെ ചാപ്റ്ററിൽ പീരുമേട് നടക്കുന്ന ഒരു മാനേറ്ററിൻ്റെ ഒരു കഥയാണ് ആ നോവലിൽ കാണിക്കുന്നത്. പുലികളി, നമ്മുടെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഓണക്കാലത്തെ പുലികളിയെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം പറയുന്നത് ഇത് അങ്ങനെയൊന്നുമല്ല. രാമപുരത്തെ പട്ടാളം ക്യാമ്പിലെ ആളുകൾ ഓണം എല്ലാം കഴിഞ്ഞ് ക്രമസമാധാന ചുമതലയെല്ലാം കഴിഞ്ഞ് അല്പം ഒന്ന് മിനുങ്ങി. അപ്പോൾ ആളുകൾ മിനുങ്ങി കഴിയുമ്പോൾ മുഖം അറിയാൻ പാടില്ലല്ലോ, പോലീസുകാരാണല്ലോ, പട്ടാളക്കാരാണല്ലോ. അപ്പോൾ അതിനു വേണ്ടി ചെയ്ത പ്രച്ഛന്ന വേഷമാണ് പുലി എന്ന് പറയുന്ന. എന്തായാലും പുലിയെ തെരഞ്ഞെടുത്തു എന്നുള്ളത് വളരെ രസകരമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം 1875-നും 1925-നും 50 വർഷത്തിനുള്ളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ കൊല്ലപ്പെട്ടത് ഏതാണ്ട് 80,000 കടുവകളാണ്. അത്രത്തോളം കടുവകൾ തന്നെ മുറിവേറ്റ് പിന്നീട് കൊല്ലപ്പെട്ടു എന്ന കണക്ക്. ഏതാണ്ട് അതിന് സമാനമാണ് ഇന്ത്യയിൽ 1850-നും 1925-നും ഇടയിൽ ഇന്ത്യയിൽ കടുവയാൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണവും ഏതാണ്ട് 1,00,000 വരും. ഇപ്പം സിംഗപ്പൂർ നഗരം പണിയുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്നൊരു ചൊല്ല്, ചൈനക്കാരാണ് പണിയുന്നത്, നമ്മുടെ അതിഥി തൊഴിലാളികളെ പോലെ അന്ന് പണിതുകൊണ്ടിരുന്നത് ചൈനക്കാരാണ്. അപ്പോൾ പറയുന്നത് ടൈഗർ ചൈനാമാൻ എവരിഡേ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ ഒരു വലിയ ഒരു പ്രഭാവത്തിൻ്റെ പുറത്താണ് ഈ സ്ഥിതി മാറുന്നത്. വലിയ ഒരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു അധികം ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയൊരു സംഭവം ഇന്ത്യയുടെ ഒരു ദേശീയ മൃഗം എന്ന ഒരു സ്റ്റാറ്റസിലേക്ക് കടുവയെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. 1972-ലാണ്. അതുവരെ സിംഹമായിരുന്നു. ആലോചിച്ച് നോക്കുക. നമ്മൾ അധികം പറയാറില്ല ഇതിനെക്കുറിച്ച്. ആ ഒരു കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ കൂടുതലൊന്നും പോകുന്നില്ല. നമ്മൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ തന്നെ ഞാൻ ഈ പുലിയുമായിട്ടുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പറയുന്നുകൊണ്ട് പറഞ്ഞതാണ്. നമ്മുടെ സാഹിത്യം, മലയാള സാഹിത്യം എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് ശരിക്കും ആദ്യം കടുവയുടെ നല്ലൊരു പരാമർശം കാണുന്നത് കുഞ്ചൻ നമ്പ്യാരിലാണ്. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥയിലെ ഒരു സ്യമന്തകം എന്നുള്ളൊരു തുള്ളൽ കഥയിലെ ചില ഭാഗങ്ങൾ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും മികച്ച വേട്ടയാണ്. അത് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ മാഷ് വായിച്ചിട്ടില്ലെങ്കിൽ
എപ്പോഴെങ്കിലും ഒന്ന് വായിക്കാത്തവരൊന്ന് വായിക്കുന്ന നന്നായിരിക്കും. ഇത്രയും മനോഹരമായിട്ട് എങ്ങനെയാണ് ഒരു പദ്യത്തിൽ ഒരു വേട്ടയെ വിവരിക്കുന്നതെന്ന് നമുക്ക് അത്ഭുതം തോന്നിപ്പോവും. പിന്നീട് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്, പെണ്ണും പുലിയും എന്നാണ്. വളരെ രസമുള്ളൊരു കവിതയാണ്. ഈ കവിതയിലെല്ലാം ചില മോറൽ സ്റ്റോറീസും കൂടെ കടന്നു വരുന്നുണ്ട്. ആ കവിതയിൽ പറഞ്ഞ് വേറെ ഒന്നുമല്ല, കവിതയുടെ ആശയം ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി, 7 ആങ്ങളമാരുള്ള ഒരു കുട്ടി ഒരു കടുവ കുഞ്ഞുങ്ങളെ പരിപോഷിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടു പോയതായിരുന്നു. പിന്നെ അമ്മ വന്ന് അവരെ കൊണ്ടുപോകുന്നു. അമ്മ ഈ കുട്ടിയുമായിട്ട് അടുക്കുന്നു. അപ്പോൾ ഈ കടുവ ഈ കുട്ടിയോടൊരു പെൺകുട്ടിയോട് ഒരു വരം പറയുന്നു, നിൻ്റെ കല്യാണം നടക്കുന്ന സമയത്ത് അത് കൃത്യമാണെന്ന് ഞാൻ വന്ന് നോക്കും. ഞാൻ വന്ന് നോക്കിയിട്ട് നിൻ്റെ ആങ്ങളമാർ നിന്നെ കറക്റ്റായിട്ടല്ല നിന്നെ നോക്കുന്നതെങ്കിൽ ഞാൻ കൊണ്ടുപോയിട്ട് നിന്നെ ഞാൻ നന്നായിട്ട് നോക്കും എന്ന് പറഞ്ഞിട്ട് ആ കഥയാണ്. അവസാനം പ്രതീക്ഷിച്ച പോലെ മനുഷ്യകുലം നന്നായിട്ട് നോക്കുന്നില്ല. അതുകൊണ്ട് ഈ സ്ത്രീയെ, കുട്ടിയെ കല്യാണ സമയത്ത് ആങ്ങളമാർ നന്നായി നോക്കാത്തത് കൊണ്ട്, മനുഷ്യകുലം നന്നായി നോക്കാത്തത് കൊണ്ട് ഈ കടുവ എടുത്തുകൊണ്ടുപോയി പരിപാലിക്കുന്നൊരു കഥയെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട്. സച്ചിദാനന്ദൻ മാഷിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു കവിതയുണ്ട്, പശുവും പുലിയും എന്നാണ്. വാക്ക് പറയുന്ന പശുവാണ്. പശുവിൻ്റെ, അതായത് പവിഴമല എന്ന് വിളിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു പുലിയുണ്ട്. പുലിയുടെ പേര് ഗംഗയ്യൻ എന്നാണ്. പുലിക്ക് വിശക്കാണ്. അങ്ങനെ പുലി വിശന്നിരിക്കുമ്പോഴാണ് ഒരു പശു മുമ്പിൽ വരുന്നത്. പശുവിൻ്റെ പേര് കാവേരി. നദിയുടെ പേരും കൂടിയാണെന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ കാവേരി പെട്ടെന്ന് ധൃതിയിൽ നടന്നു പോവാണ്. അപ്പോൾ പുലി പിടിക്കാൻ പോവാണ്. അപ്പോൾ കാവേരി പശു പുലിയോട് പറയാണ്, എന്നെ പിടിക്കരുത്, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് എൻ്റെ മകന് കുറച്ച് പാല് കൊടുക്കാനുണ്ട്, അത് കൊടുത്തിട്ട് ഞാൻ വരാം എന്ന് പറയുന്നു. അപ്പോൾ പുലി ചോദിക്കുന്നുണ്ട്, ഇതിന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ പശുവാണ്, എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, നോക്കൂ, ഒറ്റ വാക്ക് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുന്ന പശുക്കളും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു നാടാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു തിരിച്ചു പോയിട്ട് വളരെ വൈകാരികമായിട്ട് ഉള്ള രംഗങ്ങളാണ്. അവസാനം ഇവൾ തിരിച്ചു പോയി ഗംഗയ്യൻ്റെ അകത്ത് ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പുലിക്ക് ഇവളുടെ ആ സത്യസന്ധതയിൽ വല്ലാതെ മനസ്സലിയുകയും പിടിക്കുന്നില്ല. നേരെ മറിച്ച് ഈ ഗംഗയ്യൻ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. ആ ആത്മഹത്യ സ്ഥലത്ത് നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നതെന്നാണ് ഇത് വരുന്നത്. ആ കാവേരി നദിയുടെ പ്രവാഹത്തിൽ നിന്നാണ് ഒരു നാദനിർധാര ഉണ്ടാവുകയും അതാണ് സാവേരി രാഗമായിട്ട് മാറുകയും ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടാണ് ആ കവിത അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള കവിതകളും മലയാളത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ചരിത്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കവിത തന്നെ ഇല്ലാതാവുന്നൊരു കാലം. പിന്നീട് അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള കവിതകളിൽ പുലിയെക്കുറിച്ച് പറയുന്നത് റഫീഖ് അഹമ്മദിൻ്റെ ആദ്യകാല കവിതകളിൽ ഒന്നാണ് പുലിയിറക്കം എന്നാണ് ആ കവിതയുടെ പേര്. 1993 ഒരുപക്ഷെ ഞാൻ റഫീഖിൻ്റെ ഏറ്റവും നല്ല കവിതകളിൽ ഒന്നെന്ന് പറയും. വലിയ കവിതയാണ്. വാളയാറിലെ തീ പിടിക്കുമ്പോൾ ഒരു വിവശനാവുന്ന ഒരു കഥയാണ്. ഒരു കാട് കത്തി എരിയുന്ന സമയത്ത് ഒരു പുലി ദാഹിച്ച് വെളിയിലേക്ക് വരികയാണ്. ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒക്കെ നമ്മുടെ ആദ്യ ചിത്രങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും, മനുഷ്യനുമായിട്ടുള്ള സംഘർഷങ്ങൾ. അവസാനം ഈ പുലി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രകൃതിയോട് ഏറ്റവും അടുത്ത് നിന്ന ഒരു ചരിത്ര ശാഖയാണ് നാച്ചുറൽ ഹിസ്റ്ററി. ഇദ്ദേഹമൊക്കെ അതിൻ്റെ ആളാണ്. പ്രകൃതി പറയാം, ജോൺ സിംഗ് മാഷ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ പ്രകൃതിയോട് ഏറ്റവും അടുത്ത് ജീവിക്കുകയും അവരുടെ നിരീക്ഷണങ്ങൾ എംപിരിക്കൽ അല്ലാതെ പറയുന്നൊരു രീതിയായിരുന്നു. അത് പക്ഷെ ഏതാണ്ട് ഇല്ലാതെയായി. ഒരു പക്ഷേ അന്ന് എഴുത്തിലൂടെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു നിരീക്ഷണത്തെ ഇന്ന് അടയാളപ്പെടുത്തുന്നത് ഫോട്ടോഗ്രാഫേഴ്സാണ്. അതാണ് ഈ കാണുന്നത്. ഇന്ന് കാണുന്ന നിങ്ങളുടെ ഒരു കടുവയുടെ ജീവിതത്തെ ഏതെല്ലാം രീതിയിൽ സ്വകാര്യതകൾ പോലും മറന്ന് ചിത്രീകരിക്കപ്പെട്ട ഇത്തരം ചിത്രങ്ങളിലൂടെയാണ് കടുവയുടെ നാച്ചുറൽ ഹിസ്റ്ററി ഇന്നത്തെ കാലത്ത് എഴുത്തിനേക്കാൾ അധികം ചിത്രീകരിക്കപ്പെടുന്നത്. പക്ഷേ ഇതിൽ എനിക്കുള്ള ഒറ്റ ഒരു കാര്യം എന്ന് വിളിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഫോട്ടോഗ്രാഫേഴ്സിനെ ഞാൻ ഫോട്ടോഗ്രാഫേഴ്സ് എന്നല്ല വിളിക്കാൻ ആഗ്രഹിക്കുന്നത്, ഫോട്ടോ ഹിസ്റ്റോറിയൻസ് എന്നാണ്. നമുക്ക് ആ പേര് തന്നെ മാറ്റേണ്ട ഒരു കാലമാവുന്നു, ഫോട്ടോഗ്രാഫേഴ്സ് ടു ഫോട്ടോ ഹിസ്റ്റോറിയൻസ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു അല്പം പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വിളിക്കുന്നത് ഇത്തരം ഫോട്ടോഗ്രാഫിയിൽ ഊറിക്കൂടുന്ന മെക്കാനിക്കലായിട്ടുള്ള ചില യാന്ത്രികമായിട്ടുള്ള ഭാവങ്ങളാണ്. നഷ്ടപ്പെടുന്നൊരു ആർദ്രത. ഒരുപക്ഷെ അത് എനിക്ക് എന്ത് വില കൊടുത്തും ഒരു പടം പിടിക്കണം എന്ന് തോന്നുന്ന ഒരു യാന്ത്രികത ഒരു ഭാഗത്ത്. രണ്ട്, ഇപ്പോൾ എനിക്ക് പലപ്പോഴും നമ്മളൊരു പക്ഷേ വയനാടൊക്കെ ചെല്ലുമ്പോൾ ഒരു ശനിയും ഞായറും ഒരു വെക്കേഷൻ കാലത്ത്
ഒരു അർബൻ ലൈഫിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം എടുത്താൽ പൊങ്ങാത്ത ക്യാമറയുമായി ഒരു പക്ഷിക്കൂട്ടത്തിന് ചുറ്റും ഇരിക്കുന്ന ഒരുപാട് ടെക്കികളെ പോലെ, അത് മോശം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയും, ടെക്കികൾ മോശം എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ അവിടെ നഷ്ടമാവുന്ന ഒരു ആർദ്രതയുണ്ട്. സമൂഹത്തോടും പ്രകൃതിയോടും ഈ ജീവികുലത്തോടുമുള്ള ഒരു അല്പം ആർദ്രത നഷ്ടപ്പെടുന്നുണ്ട്. ആ ആർദ്രതയെക്കുറിച്ചാണ് പണ്ട് ONV ആകുലപ്പെട്ടത്. അദ്ദേഹം പാലക്കാടൻ ചുരത്തിലൂടെ കടന്നു വരുന്നൊരു കാറ്റിനെ പറ്റി പറഞ്ഞെന്താണെന്നറിയോ? കാറ്റു തുള്ളുന്നു കാണാ ചുരങ്ങൾ താണ്ടി, കരക്കാറ്റു കോമരം തുള്ളി, മണ്ണിനാർദ്രതയേതോ നേർച്ചക്കോഴിതൻ നിണമെന്ന പോൽ വലിച്ചൂറ്റി വെച്ചു ചിലമ്പൊച്ചയായി അകലുന്നു എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന ഇതുപോലെ ആർദ്രത നഷ്ടപ്പെട്ട വെറും യാന്ത്രികത മാത്രമുള്ള ചിത്രങ്ങളാകാതെ ആർദ്രത ഊറിക്കൂടുന്ന ചിത്രങ്ങളിലേക്ക് മാറുമ്പോൾ കടുവകളുടെ ലോകവും നമ്മുടെ ലോകവും സാംസ്കാരിക ലോകവും കൂടുതൽ മനോഹരവും സമാധാനപ്രദവുമാണ്.